ടി.പി. ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ നിറയുന്ന വടകര നിയോജകമണ്ഡലം സി.പി.എമ്മിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, അതിനപ്പുറം ചില കണക്കുകൾ തീർക്കാൻ കൂടിയുള്ളതാണ് വടകരയിലെ മത്സരം. ഏറ്റവും ഒടുവിൽ വന്ന കോടതി വിധി പോലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കുമെന്നത് ഉറപ്പാണ്. ചുരുക്കത്തിൽ വടകരയിൽ മത്സരം തീപാറും. മുൻ മന്ത്രിയും കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുമായ കെ ശൈലജ ടീച്ചറാണ് വടകരയിലെ സി.പി.എം സ്ഥാനാർത്ഥി. സി.പി.എമ്മിന് വടകരയിൽ ഇതിനപ്പുറം മികച്ച ഒരു സ്ഥാനാർത്ഥി വേറെയില്ല. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. ആരോഗ്യമന്ത്രി എന്ന നിലയിലെ ടീച്ചറുടെ മികച്ച പ്രകടനം ദേശീയ അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ടീച്ചർ ജയിച്ചത്. എന്നാൽ മന്ത്രിസഭയിൽ ടീച്ചർക്ക് ഇടം കിട്ടിയില്ല. അതിന്റെ പരിഭവം ടീച്ചർക്കില്ലെങ്കിലും ജനങ്ങൾക്കുണ്ട്. ടീച്ചറെ മനഃപൂർവ്വം തഴഞ്ഞതാണെന്നൊക്കെയുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതെന്തായാലും വടകരയിലെ ജയം സി.പി.എമ്മിന് പ്രധാനപ്പെട്ടതാണ്. വടകരയിൽ ജയിച്ചാൽ അതൊരു രാഷ്ട്രീയ മറുപടി കൂടിയാണ്. പ്രതികാരം എന്ന് വേണമെങ്കിലും പറയാം. ജനകീയയായ ടീച്ചർ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പ്രവർത്തകരിൽ ഉണർവുണ്ടാകും, സാധാരണ ജനങ്ങളുടെ പിന്തുണയുണ്ടാകും. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് സി.പി.എം ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. പിന്നീടാണ് വടകരയിൽ കൂടി പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നത്. മണ്ഡലത്തിലേക്ക് സി.പി.എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച ഒരേയൊരു പേര് കെ ശൈലജ ടീച്ചറുടേതാണ്. സി.പി.എമ്മിന്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിട്ടും ഇതരായ നേതാക്കൾ മത്സരിച്ചിട്ടും 3 തവണയാണ് സി.പി.എം വടകരയിൽ തോറ്റത്. പി സതീദേവിയെയും എൻ ഷംസീറിനെയും പി ജയരാജനെയും മണ്ഡലം മടക്കി അയച്ചു. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവും അതേ തുടർന്ന് പാർട്ടി നേതാക്കൾ ജയിലിലായതും കാരണം സി.പി.എമ്മിനുണ്ടായ ക്ഷീണം ചെറുതല്ല. ഇപ്പോഴത്തെ കൂടുതൽ പാർട്ടി നേതാക്കൾ ശിക്ഷയനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിയും പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മറ്റേത് നേതാവ് മത്സരിച്ചാലും ലഭിക്കാത്ത വിജയസാധ്യത സി.പി.എമ്മിന് നൽകുവാൻ കെ ശൈലജയ്ക്ക് കഴിയും. പാർട്ടിക്ക് പുറത്തും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഇത്രയും സ്വീകാര്യതയുള്ള മറ്റൊരു നേതാവ് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. സി.പി.എമ്മിലെ സൗമ്യതയുള്ള മുഖം, വിവാദങ്ങളിൽ നിന്ന് വഴിമാറി നടന്ന നേതാവ് എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ശൈലജ ടീച്ചർക്ക്. പിണറായി വിജയന് ശേഷം സി.പി.എമ്മിന്റെ മുഖ്യമന്ത്രിയാകുവാൻ ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥിയായി ജനങ്ങൾ ടീച്ചറെ കാണുന്നുമുണ്ട്. കെ ശൈലജ കരുത്തുള്ള എതിരാളിയാണെന്ന് വടകരയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും ആർ.എം.പി നേതാവുമായ കെ രമ യു.ഡി.എഫിനൊപ്പം ചേർന്നെങ്കിലും കെ ശൈലജയെ നേരിട്ട് ആക്രമിക്കുവാൻ അവരും തയ്യാറായിട്ടില്ല. ഇത് മാത്രമല്ല, ശൈലജയെ വടകരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം പാർട്ടി വോട്ടുകൾ ചോരുന്നത് തടയുവാനും വിമത ശബ്ദങ്ങളെ ഇല്ലാതാക്കുവാനുമാണ് ശൈലജയെ രംഗത്തിറക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനൊപ്പമാണെങ്കിലും വടകരയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം LDF-നൊപ്പമാണ്. ഈ ഇലക്ഷനിൽ കെ ശൈലജയ്ക്ക് ജയിക്കുവാനായാൽ സി.പി.എമ്മിന് അതൊരു വലിയ നേട്ടമായി മാറും.